ശ്രീമദ് ഭാഗവത വൃന്ദവും തിരുവല്ലോട്ട് കൊണ്ടുവന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യപുത്രവും കച്ചവടത്തിലാവും ഭഗവതി ക്ഷേത്രാടനത്തിൽ ആരംഭിക്കുന്ന ഘോഷയാത്രയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തിരുതൽ ചന്ദ്രമോഹം വീലോ മകല്ലു വേണമോ നാരായണ 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 രാധേ ഗോവിന്ദ.
രണ്ടാമത് ശ്രീമദ് ഭാഗവതൻ ഇരുപിടങ്ങളിലേക്ക് വന്നിരിക്കണമെന്ന് സത്രവേദിയിൽ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷത പരമപൂജ്യ സമൂഹ സ്വാമി ഭൂമാനന്ദ മഹാരാജനെ സത്രസമിതി അംഗങ്ങൾ സത്രവേദിയിലേക്ക് പ്രണാമപൂർവം എതിരേൽക്കുന്നു. ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്രസമാരംഭ യോഗത്തിൽ ജിയെ ഏറെ സ്നേഹത്തോടെ സത്ര സമാരംഭ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമാരംഭ സമ്മേളനം തുടങ്ങുകയാണ്. संजीवयत्यखिलशक्तिधरस्वधाम्ना
यस्यादिलक्ष्यम् एकं नित्यं विमलाचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं. എല്ലാവർക്കും നമസ്കാരം. വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം പാണ്ഡവഗിരി നാരായണാശ്രമ സഹോദരവും സംയുക്തമായി സംഘടിപ്പിച്ചു കഴിഞ്ഞ 21 വർഷങ്ങളായി പാലക്കാട് ദർശനാധികാരത്തെ ഗവേഷണത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 22ാം തവണ നടക്കാൻ പോകുന്നതിന്റെ ഔപചാരികമായ പ്രാരംഭം ഇവിടെ നടന്നു കഴിഞ്ഞു. മഹേന്ദ്രനാഥ് ഗുപ്തനോട് നരേന്ദ്രനാഥ് വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുകയുണ്ടായി. ഹാമിൽട്ടൺ എന്നുള്ള പാശ്ചാത്യ തത്വശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഒരു കഥയായിരുന്നു. A learned ignorance is the end of philosophy and the beginning of religion. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവന് അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നരേന്ദ്രനാഥിനോട് അതെന്താണെന്ന് കൂടി പറ എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ താങ്ക് യു എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? A learned ignorance is the end of philosophy and beginning of religion. തത്വശാസ്ത്രത്തിന്റെ അതിർത്തി അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിന്റെ മതപരമായ ജീവിതത്തിന്റെ തുടക്കം. അതായത് എല്ലാം അറിഞ്ഞും എനിക്കൊന്നും അറിയില്ല എന്നുള്ള തിരിച്ചറിവ് അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം. എത്ര അറിയാൻ ശ്രമിച്ചാലും ഭഗവാനെ കുറിച്ചും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ കുറിച്ചും നമുക്കൊന്നും തന്നെ അറിയാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ആത്മീയ ജീവിതത്തിന്റെ തുടക്കം. അടുത്ത പുസ്തക പ്രകാശനമാണ്. ഇതുപോലെ ഒരു വ്യാഖ്യാനം താൻ എഴുതുന്നു. ഇംഗ്ലീഷിൽ എഴുതുന്നതിന്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. അതിൽ ചില വരികൾ ഞാൻ ശ്രദ്ധിച്ചത് സ്വാമി പറഞ്ഞിരിക്കുന്നു, ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, അതിനുശേഷം ആ ആനന്ദം സ്വയം അനുഭവിക്കുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വേണമെങ്കിൽ നമുക്ക് വളരെ വേഗം വായിച്ചു പോയി നല്ല മറിച്ചു വിടാവുന്ന വരികളാണ്. പക്ഷേ ആദ്യത്തെ വാക്ക് തന്നെ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഒന്ന് മനനം ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ധാരാളമുണ്ട്. സ്വാമിജി ആദ്യം പറഞ്ഞത് ജീവിതത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. ഈ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പൊ സന്യാസിമാരോ ബ്രഹ്മചാരികളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആശ്രമ വിദ്യാഭ്യാസം, ഒരു സ്കൂൾ, ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് ജീവിതത്തെ പറ്റി പഠിക്കാൻ എന്തെങ്കിലും വിദ്യാഭ്യാസമുണ്ടോ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്വാമിജിയുടെ ഈ പ്രാദേശിക പുസ്തകം സ്വീകരിക്കാൻ പറ്റിയ വളരെ സന്തോഷവും ഭാഗ്യവുമുണ്ട്. ഗീതയെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ അറിയുന്നുണ്ട്. ഇതിന് വ്യത്യസ്തമായ വ്യാഖ്യാനത്തിലൂടെ മനോഹരമായ ഗ്രന്ഥമാണ് സ്വാമിജിയുടെ പുതിയ പുസ്തകം. എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീരാമകൃഷ്ണൻ പറയും, ഗീതയിലെ
സന്ദേശം ത്യാഗമാണ്. ഗീതാവിനെ 10 തവണ വീട്ടാൽ അതിന് ത്യാഗി എന്നായി മാറും. അപ്പൊ ത്യാഗത്തിന്റെ സന്ദേശമാണ് ഗീതയുടെ സന്ദേശം. അതാണ് കൃഷ്ണൻ പറഞ്ഞ സർവ്വതാ ധർമ്മം പരിത്യജ്യ മാമേകം ശരണം പറയുക. എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്നെ എന്നൊരു വ്യക്തിയായിട്ടല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിലും ഉപനിഷത്തിലും പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിട്ടാണ്. ഭാഗവതം ആയിട്ടുള്ള എന്ത് കാര്യമാണ് എനിക്ക് നേട്ടമുള്ളത് അത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോഗ്യത്തിലുള്ള എൻ്റെ പ്രവേശനം ആദ്യമായി നാരായണാശ്രമത്തിൽ പോകാൻ വന്നതിന് ശേഷമാണ് ഇത് വലിയ ഒരു ഭ്രമം തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ഔദ്യോഗിക ദൗത്യത്തിൽ നിന്നെല്ലാം വിരമിച്ച ശേഷം കാര്യമായിട്ട് എൻ്റെ സമയമാകുന്നത് ഭാഗവും വായിച്ചിട്ടും പഠിക്കുക വായിച്ചിട്ട് മാത്രമാണ്. ഭാഗവതത്തിൽ വായിച്ചുകൊണ്ട് എന്താണ് ഞാൻ നേടിയിരിക്കുന്നത് കാര്യമായിട്ട് ഇങ്ങോട്ട് പറയാനുള്ളത് അത് നമ്മുടെ മനഃശുദ്ധി, അന്ധകാര ശുദ്ധി, അതാണ് കാര്യമായിട്ട് നേടാൻ സാധിച്ചത്. തുടക്കം മുതൽ ഈ 22 വർഷത്തിലെത്തി നിൽക്കുമ്പോഴും ഓരോ വർഷവും അതിനെ മാറ്റി കൂടിയിട്ടേ ഉള്ളൂ, ഈ പങ്കാളിത്തം കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമിജിയെ, ബഹുമാനന്ദ സ്വാമിജിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്വാമിജിയുടെ കുറേ പുസ്തകങ്ങൾ ഇവിടെ വരുമ്പോൾ കിട്ടിയതും വാങ്ങിയതുമൊക്കെ ആയിട്ടുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പലപ്പോഴും മുഴുവനും എല്ലാം വായിക്കാൻ കഴിയുന്ന കുറച്ചൊക്കെ വായിക്കാനാണ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകമടക്കാം. ശരിക്ക് ഈ ഭാഗവത പ്രസ്ഥാനത്തിൽ തൻ്റേതായ ഒരു മാർഗം വെട്ടിത്തുറന്ന് മുന്നോട്ട് പോയ ആളാണ് സ്വാമിജി. ഇത്തരത്തിലുള്ള മാർഗങ്ങളാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാനും ജനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ മാർഗമായിട്ട് സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ഈ ഒരു മഹത് സംരംഭത്തിൻ്റെ നേതൃത്വ നിലയിലിരിക്കുന്ന ബഹുമാനന്ദ സ്വാമിയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭാഗവത സപ്താഹത്തിന് ഇവിടെ ഒരു 12 ദിവസങ്ങൾ നടക്കാൻ പോകുന്ന ഈ ഭാഗവത സപ്താഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്ത. ഞാൻ നല്ല ഭംഗിയുള്ള ഒരു പന്തലിൽ ഇരുന്നുകൊണ്ടാണ് സത്യം ശ്രോതാക്കളായിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത്രയും ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സമാധി കേന്ദ്രം നമുക്ക് ഉദ്ഘാടനം ചെയ്ത് ഇതേപോലെ ഇരിക്കാൻ നമുക്ക് സാധിച്ചത്. എന്തായാലും പാലക്കാട്ടുകാരി എന്ന നിലയിൽ ഇപ്പോഴും എനിക്ക് ആ പഴയ ഓർമ്മകൾ തന്നെയാണ്. നമ്മുടെ ആ പഴയ പന്തലും അന്നത്തെ നാമസങ്കീർത്തനവും നമ്മളെല്ലാം നിശബ്ദരാക്കി നിശബ്ദം എന്ന് പറഞ്ഞ സൗണ്ട് കൊണ്ട് നമ്മുടെ സ്വാമിജിയുടെ ഇപ്പോഴും നമ്മുടെ ചെവിയിൽ അലയടിക്കുകയാണ്. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു വേദിയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ഭഗവത് സത്സംഗ വിശ്വാസത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സ്വാമിമാരെ പ്രതിനിധികളെ, ഇന്ന് ആരംഭിക്കുന്ന വിശ്വാസത്തിൻ്റെ 10 ദിവസവും പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഒരു തിരക്കെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ എത്തണം എന്ന് ഉദ്ദേശിച്ചതാണ് കഴിയാത്ത സാഹചര്യത്തിൽ
ഞാൻ കഴിഞ്ഞ അവകാശം ധരിച്ചത് എങ്കിലും വരുന്നത് ഈ സംരംഭത്തിനോടൊപ്പം പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ചേർന്നത്. എല്ലാ ആശംസകളും അറിയിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഗാഠമായി, വിശാലമായി, ഉത്തൂംഗമായി, ശ്രേഷ്ഠമായ രീതിയിൽ പരിപാലിച്ച് കേൾക്കണമെന്ന് അവർക്ക് തോന്നുന്നു. അതിന് സ്വാമിമാരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുരുഷോത്തമ സ്വാമി എന്നെ ടെലിഫോൺ ചെയ്തത്. എന്താ വേണ്ടത്, നമുക്കൊരു സത്രം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നടത്താൻ നോക്കാം, പക്ഷെ എവിടെയാണ് നടക്കുക, പാപികളുടെ എവിടെയാ സ്ഥലം, നല്ല പോലെ ഒരു സത്രം ധാരാളം മനുഷ്യർ കണ്ടു മാത്രം. ഞാൻ പറഞ്ഞു അരിക്കട്ട മാത്രമേ പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ല. സ്വാമി അവിടെ എവിടെയൊക്കെ പറഞ്ഞു സ്വാമി അതൊന്നും നടക്കില്ല. അപ്പൊ ഈ അരിക്കണ്ടെന്ന് പറഞ്ഞാൽ അരിക്കണ്ട അത്രയ്ക്ക് അരിവീഴ്ചയുള്ള കണ്ടമായിരുന്നു. 10 മണി നെല്ലിക്കുകയാണ്, ചിലപ്പോൾ 5 മണി 6 മണി ഇരിക്കുക. അതിന് വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവരോട് ആ പൂവിന്റെ വരുമാനം അവർക്ക് പുറത്ത് ഞങ്ങൾ ഈ സ്ഥലം എടുത്ത് സത്രം നടത്തിയപ്പോൾ ആ സത്രത്തിലുള്ള വരവും പോകുന്ന ജനങ്ങളും എല്ലാം കൂടി കണ്ടപ്പോൾ രാഘവൻ കൂട്ടിട്ട് വടക്കേക്കര രാഘവന് കൂട്ടിട്ട് തോന്നി, സ്വാമിമാരെ ഇനി ഇത് ഞങ്ങൾ കൃഷിഭൂമിയായി കൃഷി ചെയ്യുക ശരിയാവില്ല, സ്വാമിമാരെടുത്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ സമാനകേന്ദ്രത്തിന്റെ തുടക്കം എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയായി, നോക്കൂ, പരമകല്യാണനിധിയായ ശ്രീഹരി എപ്പോഴും സന്നിഹിതനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കുറവുമില്ല, കൂടാനും പോകുന്നു, ആവശ്യമില്ല. പിന്നെ എന്തിനാ വ്യത്യാസം? ആ ശ്രീഹരിയോട് നമുക്ക് തോന്നുന്ന ആശ്രയബുദ്ധി, ഭക്തി, അദ്ദേഹത്തിനോട് തോന്നുന്ന കൂറ്, കടപ്പാട്, താതാത്മ്യം. ശ്രീഹരി എന്നെ വലയത്തിലേക്ക് നിൽക്കുന്നു, എൻ്റെ ഉള്ളിൽ ഇടതൂർന്ന് പരിലസിക്കുന്നു, 1 മില്ലിമീറ്റർ പഴുത് ഞങ്ങൾ തമ്മിലില്ല എന്ന് തോന്നുന്നത് വരെയുള്ള ആശ്രയം ഇത് വളർത്തിയിട്ടുണ്ട്. ഈ 2 എണ്ണം കൊണ്ട് മാത്രം വേണം ഈ സത്രം വളർന്നു മുന്നേറാൻ. നിങ്ങളിത് ബോർഡ് പിടിപ്പിക്കാനായിട്ട് ഇവിടെ ആരെയും കൊണ്ടുവരണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾ സന്യാസിമാരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പശ്ചാത്തലങ്ങളും നിലയൊക്കെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, പക്ഷെ നിങ്ങളുടെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഇത് വേണ്ടതുപോലെ വർദ്ധിക്കാൻ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ളവരും പരിസരങ്ങളിലുള്ളവരും അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളും. അവരുടെ ആ ആത്മാർത്ഥതയുടെ ആ കൂട്ടായ്മ ഭക്തിയുടെയും പേരിലാണ് നമ്മളെല്ലാവരും ഒരു സഭാനുചേരികൾ സന്നിഹിതരായിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ പാലക്കാടിനാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ രാജ്യത്തിന് മുഴുവനുമുള്ള ഒരു സമർപ്പണമാണ്, ഒരു വേദിയാണ്. ഇന്നൊരു പക്ഷേ കേരളത്തിലുള്ളവർ എല്ലാവരും ഇവിടെ വന്നു ചേരുന്നു. എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുള്ള ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുറത്തു പോയി സംസാരിക്കുന്ന ആളാണല്ലോ കൂടുതൽ. അപ്പോൾ സ്വാമിജി ഈ മലയാള ഭാഷ കേരളത്തിൽ നടത്തിയാൽ ഞങ്ങൾക്ക് അയല്ലോ എന്ന് പറയുന്ന നമ്മുടെ ഭക്തന്മാർ കുറേ പേരുണ്ട്. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം എങ്ങനെയായാലും നടത്തണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. മുമ്പ് നമുക്കത് സാധിക്കില്ല. എന്താ കാരണം? ഒരു പന്തലിട്ട് വേനൽക്കാലത്ത് മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ തൊട്ടോ പിന്നാലെ നടത്താനൊന്നും സാധിക്കില്ല. വലിയ ബുദ്ധിമുട്ടുകളും സന്നാഹങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സ്ഥലമുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് എന്താ? വിദ്യാർത്ഥികൾക്കുള്ള ഒരു ശിബിരം നടത്തി. അത് വളരെ വിശേഷപ്പെട്ടതാണ്. കുട്ടികളുടെ അച്ഛനമ്മമാർക്കൊക്കെ വലിയ സന്തോഷവും ഉത്സാഹവും കൃതാർത്ഥതയും ഒരു സൗഭാഗ്യബോധവും വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു വിദ്യാർത്ഥി ശിബിരം നടത്താൻ ഒരു വിഷമവുമില്ല, തയ്യാറാണ്. മാസം തോറും 2ാം ശനിയാഴ്ച ദിവസം ഒരു പൂർണ്ണദിന സത്സംഗം ഇവിടെ നടത്തി വരുന്നു. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായി, സ്വാമിജി കൊല്ലത്തിലൊരിക്കൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി
ഒരു 12 നടത്തിയാൽ പോലെ എന്തിനാ ഒരു സഭാധികൻ മിണ്ടരുത് എന്ന് പറയുന്നു. കൊല്ലത്തിൽ എത്ര തവണ നമ്മുടെ പാർലമെന്റ് കൂടുന്നു, അതിനുവേണ്ടി ഒരു കെട്ടിടം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഭക്തജനങ്ങൾ വരുന്നു, ജിജ്ഞാസുക്കൾ വരുന്നു, അവർക്ക് സമാധാനത്തോടുകൂടി ഇന്ന് കേൾക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കണം. ബാക്കിയുള്ളത് പോലെയല്ല ഈ കേൾക്കൽ. സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാളും ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന കസേരയിൽ നിന്നായിരുന്ന കസേരയിൽ തന്നെ അതേ സ്ഥലത്ത് വന്നിരുന്ന് കേൾക്കുന്നവരാണ് ഇതിന് ഭൂരിഭാഗം. 22ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷണ സത്രത്തിന് ഇന്നിവിടെ തിരിച്ചറിഞ്ഞ് ധ്വജാരോഹണം കഴിഞ്ഞ് പ്രാരംഭമായിരിക്കുകയാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ ഇവിടെ അതിമഹത്തായ ഒരു ജ്ഞാനോത്സവമാണ് നടക്കുന്നത്. എത്തിച്ചേരുന്നവർ എല്ലാവരും ഭാഗ്യവാന്മാർ. അവർക്ക് ജീവിതം ധന്യമാക്കുന്നതിന്, ശ്രേഷ്ഠമാക്കുന്നതിന്, സഫലമാക്കുന്നതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ഈ ജ്ഞാനോത്സവത്തിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് അവർ ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ കാരണം. ഈ പ്രാരംഭ സഭയെ സമ്പന്നമാക്കിയ ഈ സത്രസമിതിയുടെ കൃതജ്ഞത അല്ലെ, സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി. ആ ഭാരതി എന്നതിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നത്. അതായത് അറിവ്, നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഗ്രന്ഥം വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. നമ്മളുടെ ഭാരതം എന്ന പേര് വന്നത് ഭാരതിയാണ്. അതായത് ആ നമ്മളുടെ ഭാരതം എന്നുള്ള രാഷ്ട്രമെടുത്താൽ അത് മുഴുവൻ അറിവിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രമെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ ഈ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ വൈദിക സംസ്കാരത്തിനാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് നമ്മളുടെ സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ സനാതന സംസ്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംസ്കാരത്തിന്റെ പേര് അതല്ല. നമ്മളുടെ സംസ്കാരത്തിന്റെ പേരാണ് വൈദിക സംസ്കാരം. വേദം അധിഷ്ഠാനപ്പെടുത്തിയുള്ള ജീവിത പദ്ധതി അല്ലെ. സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെടുന്നത്. നമ്മളെ തന്നെ ജനിച്ചാൽ മരിക്കുന്നത് വരെ ഇങ്ങനെ ഇരുന്നാൽ പോലെ നമ്മൾ മാറ്റം വരുത്തി വളരെ വിവേകശീലമുള്ള, നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറയായി നമ്മൾ മാറണം. സംസ്കരിക്കപ്പെടുകയാണ്. എങ്ങനെ സംസ്കരിക്കപ്പെടണം? വേദത്തിലുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ മാറ്റപ്പെടണം. അപ്പൊ നമ്മുടെ സംസ്കാരം എന്താണ്? വൈദിക സംസ്കാരം. അപ്പൊ നമ്മളുടെ സംസ്കാരം വൈദിക സംസ്കാരം. സ്ത്രീകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത്. സ്ത്രീകളൊക്കെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുട്ടികളുടെയും മറ്റുള്ള എല്ലാവരുടെയും ഉദകക്രിയാദി കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു കൊടുക്കും. അവിടെ വേദവ്യാസൂതൻ അവിടെ ഒരു അത്ഭുതം പറയും. കാരണം അവിടെ ഈ ഉദകക്രിയയുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത സമയത്ത് അതായത് സ്വർണത്തിന് മാറ്റം കൂടിയ പോലെയായി എന്നാണ് കരുതാതിരിക്കുന്നത്. അതെന്താ കാരണത്തിൽ ആപ്ലുത ഹരിപാദാത്യൂതസരിക്കലേ ഒരിക്കൽ വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങൾ കഴിയുമ്പോ അവിടെ നിന്ന് ഒഴുകി വന്നായിരിക്കുന്ന വാരണാസി എന്നതായിട്ടുള്ള ഗംഗാനദി ഇപ്പൊ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഗംഗാനദിയിൽ ഇപ്പോ സാക്ഷാത് ഗുരുവായൂരപ്പൻ ചെന്ന് തന്റെ പാദങ്ങൾ ഒന്നുകൂടെ പതിഞ്ഞിരിക്കുന്നു. അപ്പൊ വാമനമൂർത്തിയായിരിക്കുമ്പോഴും അതിൽ സ്പർശം, അത് കഴിഞ്ഞോ കൃഷ്ണനായിരിക്കുന്നു ഹരിപാദാത്യരജപൂതസഹിച്ചലേ. അപ്പൊ അതിനൊന്നും കൂടെ മാറ്റി കൂടിയതാണ് ആ ഗംഗാനദിക്ക്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇരുന്നു കൊണ്ട് അതൊക്കെ ചെയ്ത് അവർക്ക് പുത്രശോകാർത്ഥം എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോരാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഉത്തരയുടെ ദുഃഖം കാരണം. ഉത്തരയാണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. അവിടെയും ദുഃഖങ്ങളൊക്കെ തീർത്ത് ഒന്ന് വരണേയുള്ളൂ. എല്ലാവരുടെ ദുഃഖം തീർക്കൊന്ന് പോരാണ്. യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ത്രിവി ഉത്തമകൽപ്പത ഈ അശ്വമേധ 3 അശ്വമേധങ്ങളൊക്കെ ചെയ്തു.
ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ 3 അശ്വമേധം ചെയ്തപ്പോ ഇവിടെ വരാപോണ കാര്യത്തെ പറ്റി പറയാണ്. 100 അശ്വമേധം ഇന്ദ്രൻ ചെയ്ത പോലെയുള്ള പദവിയിലേക്ക് ഉയരുന്നതാണ്. ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ 3 അശ്വമേധ യജ്ഞം നടത്തിയത്. ജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അന്ധകരണം പൂർണ്ണമായും ശുദ്ധമാകേണ്ടതാണ്. അന്ധകരണം പൂർണ്ണമായും ശുദ്ധമായി കഴിഞ്ഞാൽ ആചാര്യന്റെ മഹാവാക്യ ഉപദേശം കൊണ്ട് തന്നെ തത്വജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ടാണ് ആചാര്യന്മാരെ മാണ്ഡൂക്യ അലം മോക്ഷമാണ് എന്ന് പറയുന്നത്. മുമുക്ഷുവായിട്ടുള്ള ജിജ്ഞാസുവായ ഒരാളാണ് എങ്കിൽ അന്ധകരണം ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ശുദ്ധമായിട്ടൊരാൾക്ക് മഹാവാക്യം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാകുന്നു എങ്കിൽ അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ മാണ്ഡൂക്യകാരിക സഹിതം മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിക്കാൻ പറയും. മാണ്ഡൂക്യം കൊണ്ട് ആയില്ല എങ്കിലും പരിഭ്രമിക്കേണ്ട ദശോപനിഷത്ത് പഠിച്ചുകൊണ്ടുള്ളതാണ്. കാരണം ഒന്നുകൂടി അന്ധകരണം പാകപ്പെടാനുണ്ട്. പക്ഷെ ഉപനിഷത്തിൽ ഗ്രഹിക്കാനുമായിട്ടില്ല എങ്കിലോ പ്രകരണ ഗ്രന്ഥങ്ങൾ സഹിതം പ്രസ്ഥാനത്തിലേക്ക് പഠിക്കും. അതിനുമായില്ല എങ്കിലോ ഉപാസന ചെയ്തു. ഇങ്ങനെ വിഭിന്നമായിട്ടുള്ള കർമ്മ ഉപാസന ജ്ഞാന പദ്ധതിയിലൂടെ ആത്മസ്വരൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന പടിയാണ് ശാസ്ത്രങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അറിയേണ്ട കാര്യത്തെ ഒറ്റവാക്കിലൂടെ ശ്രീശുക മഹർഷി പറഞ്ഞു കൊടുത്തു എങ്കിൽ കൂടിയിട്ട് സംസ്കാരം അത്രയ്ക്ക് ശുദ്ധമാകാത്തതായില്ല. കാരണം ഇന്നലെ വരെ ഒരു രാജാവായി തന്നെ എല്ലാ വിഷയ ആ ജീവിതത്തിൽ നടന്നിരുന്ന ഒരാളാണ് പരീക്ഷിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും ഈ സൃഷ്ടിയെ കുറിച്ച് സംശയങ്ങളുണ്ടാകുക. ഈ ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഏകകാലത്തിലുണ്ടായതാണോ അതോ ക്രമികമായിട്ടാണോ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത്? വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കേട്ടാൽ കൊള്ളാം എന്നുള്ള പരീക്ഷത്തിന്റെ ആ ഒരു നീണ്ട ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീശുക മഹർഷി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അങ്ങേക്ക് ഞാൻ ഭാഗവതം ഉപദേശിക്കാം. ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നവരെയും അപകാരം ചെയ്യുന്നവരെയും ഒരേപോലെ ബഹുമാനിക്കാനുള്ള കഴിവ് തിദീക്ഷമാണ്, കാരുണ്യമാണ്. കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ സഹായിക്കാൻ തോന്നണം. അങ്ങനെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ സഹായിക്കാൻ തോന്നണം. അങ്ങനെ സഹായിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമുക്ക് സഹായിക്കാൻ കഴിയില്ല, നമുക്ക് പൂജിക്കാനേ കഴിയുള്ളൂ. ഇതിനെ സഹായിക്കാനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെ കഷ്ടപ്പെട്ട സഹായം മനസ്സിലാക്കാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആത്മസ്വരൂപനായിട്ട് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അങ്ങോട്ട് സഹായം ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ അങ്ങോട്ട് സ്വീകരിക്കാനുള്ള അവസരം ഭഗവാൻ നമുക്ക് ഉണ്ടാക്കിത്തതാണ്. ഭഗവാന്റെ ശ്രീരാമചന്ദ്ര സ്വാമികളുടെ ക്ഷേത്രങ്ങൾ ഉയർന്നുയർന്നു വരുന്നു. അവിടെ പ്രതിഷ്ഠയുടെ സമയം അടുത്തടുത്ത് വരുന്നു. അയോധ്യയിൽ രാമൻ തിരിച്ചെത്താനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ ഭഗവാനെ സേതുബന്ധിക്കാനായിട്ട് സമുദ്രത്തിലൂടെ പോകുന്ന സമയത്ത് എത്ര മാനന്മാരാണ് സേവ ചെയ്തത്. ഈ മാനന്മാരൊക്കെ വിചാരിക്കാതിരിക്കാൻ ഞങ്ങൾക്കുള്ളവരൊക്കെ ആ രാമൻ സീതയെ കിട്ടിയതെന്ന് വിചാരിച്ചാൽ എത്ര വിധം അവരാണ് വിചാരിച്ചിരിക്കുക. അവര് ഭഗവാന്റെ സേവന മാനന്മാരായിട്ട് പോലും അവര് ഭഗവാൻ സേവ അണ്ണാരക്കൻ തന്നാനായത് പോലെ അണ്ണാരക്കണ്ണന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തൊരു മൂന്നും വരാൻ എനിക്ക് വിദേശത്തൊക്കെ പോയ സമയത്ത് നോക്കുമ്പോൾ അവിടുത്തെ അണ്ണാരക്കണ്ണന് വരയില്ല. അത് കണ്ടപ്പോൾ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ നല്ല ആവശ്യമില്ല. പണ്ടിക്ക് ഇവിടുത്തെ അണ്ണാരക്കണ്ണന് വരയില്ല. ഭാരതത്തിലെ അണ്ണാരക്കണ്ണനൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമികളുടെ അനുഗ്രഹപ്പെട്ട ഫോട്ടോ ആണ്. അത് കഴിഞ്ഞിട്ട്
അതെന്താണെന്നറിയോ? ഭാരതത്തിലായിട്ട് ബന്ധമുണ്ടാക്കിയ നാരായണനല്ലേ? എന്തായാലും നാരായണന്റെ ആ മൊത്തം 3 വാരം കണ്ടാൽ പോലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തെ കാര്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളതാണ്. അവരൊക്കെ സേവ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ എന്ത് സഹായം ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ സേവയാണത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈശ്വര ഉപാസന ചെയ്യാൻ വേണ്ടി തന്റെ മുന്നിൽ വരുന്ന ശിക്ഷകണങ്ങളെ ഗുരുനാഥന്മാർ വേണ്ട വിധത്തിൽ പരീക്ഷിച്ച് ആ തന്നേക്കാൾ ഉപരിയായുള്ള തലത്തിലേക്ക് തന്റെ ശിഷ്യനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഉറപ്പിലേക്ക് എത്തിയാൽ മാത്രമേ ഗുരുനാഥന്മാര് ശിഷ്യന്മാർക്ക് വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. പണ്ടൊരിക്കലും ഒരു ഗുരുനാഥന്റെ ആശ്രമത്തില് 3 ഉണ്ണികൾ പഠിക്കാൻ പോയിരുന്നു. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവര് 3 പേര് പഠിക്കാനായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പഠിക്കാനായിട്ട് അവിടെ ചെന്നു. കുറെ കാലങ്ങൾ ആ ഗുരുനാഥന്റെ ഗൃഹത്തിൽ താമസിച്ച് ആ ഗുരുവിന്റെ രീതിയിൽ തന്നെ എന്താ പറയാ ആ ഗുരുപത്നിയെ സഹായിക്കാനും വനത്തിൽ പോയിട്ട് ആ മുരക് കൊണ്ടുവരുവാനും കാട്ടിൽ തന്നെ പോയിട്ട് സരയൂരിൽ പോയിട്ട് എവിടെയാണോ ജലം കിട്ടുന്നത് അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരാനും ഒക്കെ തയ്യാറായി. അങ്ങനെ അനവധി കാലത്തെ ശിക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ച് ഒരു ദിവസം ഗുരുനാഥൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് പോകാനുള്ള സമയം ആഗതമായിരിക്കും, അതുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ള ഗുരുദക്ഷിണ സമർപ്പിക്കണം. ഗുരുനാഥന് തങ്ങളാലാകുന്ന ഗുരുദക്ഷിണയും സമർപ്പിച്ച് ആ പാദങ്ങളെ പരിപൂർണമായിട്ട് നമസ്കരിച്ച് ആ ഗുരുനാഥന്റെ ഗുരുപത്നിയുടെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങി അവരിങ്ങനെ നടന്നു പോവാണ്. നമ്മൾ വാസ്തവത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് അപരനല്ല, ബ്രഹ്മത്തിൽ നിന്ന് വിട്ട അന്യനല്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു വന്നു. ജീവോ ബ്രഹ്മൈവരാവര. എത്ര പേര് അത്തരത്തിൽ ഈ ജീവനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഈ ശരീരം അത് ഉൾക്കൊള്ളുന്ന ജീവനെ ബ്രഹ്മം എന്നുള്ള രീതിയിൽ ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ ആർജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അക്രസ്വരൂപനാണ് എങ്കിൽ അദ്വൈത അനുഭൂതിയിലൂടെ നമ്മൾ നേടുന്ന ജ്ഞാനം അതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ. ജ്ഞാനം കേട്ടിട്ട് അറിവ് കേട്ടിട്ട് മറ്റ് യാതൊന്നും നമുക്ക് ഉപകാരപ്രദമല്ല എന്ന് കൂടി ഘോഷിക്കുകയാണ് ഭാഗവതം. പ്രതീപ. അപ്പൊ ഈ ജ്ഞാനപ്രതീപമായിരിക്കുന്ന ഈ ഭാഗവതത്തിൽ ജ്ഞാനമല്ലാതെ അറിവിന്റെ പ്രതിപാദനമല്ലാതെ മറ്റ് യാതൊന്നുമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ അറിവിന്റെ ആവശ്യകത. അജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധമില്ലായ്മ എന്നുള്ളത് പലവട്ടം കേട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതി. നമ്മളെല്ലാവരും തന്നെ സ്വാതന്ത്ര്യച്ചുകൊണ്ട് ഞാൻ ഹംസമാണെന്നും അഹംബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് അത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന ഈശ്വര പദവി ആർജിക്കണമെന്നും അല്ലെങ്കിൽ സാക്ഷാത്കരിക്കണമെന്നും പറയുമ്പോൾ അത് വിട്ടിട്ട് പറ്റി യാതൊന്നുമല്ല ഞാനെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈശ്വര പദവിയിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ ദിവസവും പറയട്ടെ, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവനും. അപ്പൊ ഈ സത്സംഗം ചെയ്ത് എന്താണ് ഒരു ജ്ഞാനമുണ്ടാവുക, എന്താണ് ഗുണമുണ്ടാവുക? പറയട്ടെ, സത്സംഗം ചെയ്യുമ്പോഴേ നമ്മുടെ വീക്ഷണമാർഗത്തിൽ നമ്മളിപ്പോ എന്താ വിചാരിക്കുന്നത്? നമ്മളിപ്പോ വിചാരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിലൊക്കെ പ്രീതികരമായ എല്ലാം ലഭിച്ചാൽ സന്തോഷമാണ്. പക്ഷേ നമുക്കെന്താ അറിയാം, ഇന്ദ്രിയങ്ങൾക്ക് അനുയോജ്യമായ എല്ലാം കിട്ടിയാലും മനുഷ്യന്റെ മനസ്സ് സംതൃപ്തമാവുകയില്ല. എല്ലാം കിട്ടിയാൽ മനുഷ്യ എന്നൊക്കെ കിട്ടിയാലും എത്രയൊക്കെ കിട്ടിയാലും അത് സ്ഥാനമാകട്ടെ, മാനമാകട്ടെ, ധനമാകട്ടെ, പ്രശസ്തിയുമാകട്ടെ, എന്തുമാകട്ടെ, ലൗകികമായിരിക്കുന്ന എന്തെല്ലാം എത്രയോളം കിട്ടിയാലും മനുഷ്യൻ തൃപ്തിയാകാം. അതുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഗുണാസ്ഥാനത്തിൽ ശ്രമിച്ചു. ബ്രഹ്മാവിന് എല്ലാം സൃഷ്ടിക്കായിട്ട് സന്തോഷമായില്ലേ? അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ ബ്രഹ്മാവിനെ സന്തോഷമായില്ല. എങ്ങനെ സന്തോഷമായി? ബ്രഹ്മാവലോക ദിഷണം. നമ്മുടെ എല്ലാവരുടെയും ഇതില് ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ഉണ്ടായാലും നിറയ്ക്കാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്.
ഈ ഭാഗം ആത്മാവിനെ കൊണ്ട് മാത്രം, ആത്മാനുഭൂതി കൊണ്ട് മാത്രം നിറയ്ക്കാവുന്നതാണ്. പുരാണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതത്തിലെ വേദത്തിന്റെ ആശയത്തെ വിസ്തരിക്കുക എന്ന ആ ധർമ്മം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഭാഗമാണ് ഭരത ഋതുഗണ സംവാദം. ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നു ഒരു ഗീത തന്നെയാണ് ഭരതഗീത എന്ന് തന്നെ പറയാം. ധാരാളം ഗീതകൾ മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്. ഈ ഗീതകളൊക്കെ ഇങ്ങനെയുള്ളതാണ്. ഉപനിഷത്ത് തത്വങ്ങളെ, വേദാന്ത തത്വങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് എല്ലാ ഗീതകളും ചെയ്യുന്നത്. മഹാഭാരതത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അനവധി ഗീതകളാണ്. ഭഗവത്ഗീത, അനുഗീത, യാഗഗീത, പിംഗളഗീത, മംഗീഗീത, അജഗരഗീത, ഉദധ്യഗീത, അങ്ങനെ അനവധി ഗീതകൾ, ചമ്പാകഗീത, അങ്ങനെ ധാരാളം ഗീതകൾ മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്. ഗീത, ഗണേശഗീത ഒരു പുരാണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ശിവഗീത അത് മഹാഭാരതത്തിൽ വരുന്നതാണ്. ശിവഗീത, പരാശരഗീത അത് മഹാഭാരതത്തിന്റെ ഭാഗമാണ്. പിന്നെ ദേവീഗീത ദേവി ഭാഗവതത്തിന്റെ ഭാഗമാണ്. കപിലഗീത ഭാഗവതത്തിലുള്ളതാണ് കപിലഗീത. ഉദ്ധവഗീത ഈ പറയാൻ പോകുന്നത് ഉദ്ധവഗീത. അതുപോലെ ധാരാളം ഗീതകൾ. ഗണേശഗീത ഗണേശ പുരാണത്തിന്റെ ഭാഗമാണ്.
വാ